ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഐസ്ലോലിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഐസ്ലോലി. പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഫീലാണ് ഈ ഐസ്ക്രീം ഈ ഒരു ഐസ്ലോലി കാണുമ്പോഴും അതുപോലെ അത് കഴിക്കാനൊക്കെയുള്ള ഒരു കഴിക്കുമ്പോഴൊക്കെ ഉള്ള ടേസ്റ്റൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml, അതായത് അര കപ്പ് വരുന്ന ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അല്ല, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ബോട്ടിലുള്ള ഓറഞ്ച് ജ്യൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2, 3, 4 ഓറഞ്ച്, ഫ്രഷ് ഓറഞ്ച് പിഴിഞ്ഞിട്ട് നീരെടുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ചിൻ്റെ ഒരു ഐസ്ലോലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന ബോട്ടിലുള്ള ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിനകത്തോട്ട് വീണ്ടും 250 ml, അതായത് അര കപ്പ് വെള്ളം, സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വെള്ളം ചൂടാവാനൊന്നും നിൽക്കണ്ട. ഈ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 250 ml, അതായത് അര കപ്പ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ നല്ല പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് തന്നെ എടുക്കാൻ നോക്കണം, വെള്ളം ചേർത്ത് ജ്യൂസ് എടുക്കരുത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ചെറുതായി ചൂടാവട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കോൺഫ്ലവറും വെള്ളം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുന്നവർ നല്ല പാലിൻ്റെ വെള്ളം പോലെ ഇരിക്കും. ഇത് ഇച്ചിരി എന്താ പറയുക, കുറച്ച് നേരം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളൊക്കെ താഴെ അടിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മുടെ മിക്സിനകത്തോട്ട്, ഓറഞ്ചിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ എന്താണെങ്കിലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പാലും വെള്ളം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതാ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഓറഞ്ചിന് ചെറിയൊരു പുളിപ്പുള്ളത് കൊണ്ട് അപ്പം ഇച്ചിരി മധുരം കൂടെ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഇച്ചിരി ഓറഞ്ചിൻ്റെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓർഗാനിക് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓർഗാനിക് കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ കളർ നിങ്ങൾ ചേർക്കരുത്. ഓറഞ്ചിൻ്റെ ആ ഒരു സാധാ ഓറഞ്ച് കളർ മതിയാവും. ഇത് ഇച്ചിരി ഒരു റെഡ് കളർ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലോട്ട് ആക്കുക. ഇത്ര നേരം ഒരു മീഡിയത്തിലായിരുന്നു കിടന്നിരുന്നത്. അതിനുശേഷം നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആ പൊടിയൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ താഴെ അടിഞ്ഞു കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്, ചെറുതായിട്ട് ഇളക്കുക. അതിനുശേഷം ഈ ഒരു പരുവം മതി കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഒരു പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി കുറുക്കി എടുത്തേക്കരുത്. ഒരു ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഒരു ക്രീം ഒന്നും ഇതിനകത്ത് ചേർക്കാത്തത് കൊണ്ട് ഇച്ചിരി തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്തത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടോടെ കൂടെ തന്നെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കാണാം. ഇപ്പോഴും ഇച്ചിരി വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒത്തിരി അങ്ങ് കട്ടിയാക്കി എടുത്തിട്ടില്ല. ഇനി ഞാൻ ഇന്ന് ഐസ്ലോലി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ മോൾഡ് എടുത്തിട്ടുണ്ട്. മോൾഡൊക്കെ ആകുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാരണ ഗ്ലാസ്സിനകത്ത് ഇതൊന്നും ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പം അതൊക്കെ ഐസ് മോൾഡ് തന്നെ വേണമെന്ന് അതില്ലാത്തത് കൊണ്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. അങ്ങനെയും ചെയ്യാം എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട്, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ചൂടോടെ കൂടെ തന്നെയാണ് കേട്ടോ ഈ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നമ്മുടെ ഐസ്ലോലിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്കിതിന് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തോട്ട് 6 എണ്ണം ഉണ്ട്. 6 എണ്ണത്തിലോട്ടും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പം ഞാൻ ഫോയിൽ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം ഇതിൻ്റെ മൂടിക വേണമെന്ന്, ഇപ്പോൾ നമ്മൾ ഐസ് മോൾഡൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ മൂടിക കിട്ടും. പക്ഷെ ഞാൻ ആ ഒരു പണ്ടത്തെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സാധാരണ പോപ്പ് സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, ഐസ്ക്രീം നമ്മൾ ചോക്കോബാറൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പോപ്പ് സ്റ്റിക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം.
ഇനി അടുത്തത് നമുക്ക് ഒരു ചെറിയൊരു കത്തി എടുത്തിട്ട് ഈ ഒരു ഓരോ മോൾഡിൻ്റെ നടുക്ക് ചെറിയൊരു വര ഇതുപോലെ വരച്ചു കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ നമ്മളൊരു പോപ്പ് സ്റ്റിക്ക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുത്തി ഇറക്കാനായിട്ട് ഒരു ചെറിയൊരു ഓട്ട വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആ പോപ്പ് സ്റ്റിക്കൊക്കെ ഇപ്പം നമുക്ക് നമ്മൾ മുൻപ് കഴിച്ച ഐസ്ക്രീമിൻ്റെ ഒക്കെ ബാക്കിയൊക്കെ വരുമ്പം കഴിച്ചതിൻ്റെ ബാക്കി കളയാതെ ഇതുപോലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീമിനൊക്കെ നമുക്ക് ഈ പോപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പോപ്പ് സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിതുപോലെ ഒത്തിരി അങ്ങ് ഇറക്കി വെക്കരുത്, ഒത്തിരി ഇറക്കി അങ്ങ് മുട്ടിച്ച് വെക്കേണ്ട. മുട്ടുന്നതിൻ്റെ ഒരു മേൽഭാഗത്തിൽ വേണം അതിങ്ങനെ ഇറങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഐസ്ലോലിയുടെ ബേസും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഫ്രീസറിനകത്ത് വെച്ച് 7 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനനുസരിച്ച് എത്ര നേരമാണ് അത് സെറ്റ് ചെയ്യേണ്ടതെന്നനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 7 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഐസ്ലോലിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു ഫുഡ് കളറൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര റെഡായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തു പറയാണ്, ഓർഗാനിക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ മാത്രം അത് ചേർക്കുക. ഇനി അതല്ല നിങ്ങൾ സാധാരണ ഫുഡ് കളറൊക്കെ ആണെന്ന് ഓർഗാനിക് അല്ല എന്നുണ്ടെങ്കിൽ ചേർക്കാൻ നിൽക്കരുത് കേട്ടോ. അത് നമുക്ക് ദോഷേ ചെയ്യുള്ളൂ അങ്ങനെ ചേർക്കുന്നത്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ എടുക്കുക. വെള്ളത്തിൽ, ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ആദ്യം ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊരാൻ നോക്കി, അപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ അതൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഊരിപ്പോരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ സൂപ്പർ ഐസ്ലോലി ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ എന്നത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഐസ് ക്യൂബൊക്കെ ഇട്ട് വെച്ചിട്ട്, ഐസ് ക്യൂബ്സ് ഒക്കെ ഞാനൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രത്തിലോട്ടാണിത് ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഐസ് ലോലിയൊക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ ഐസ് ലോലി ഇവിടെ റെഡിയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഓറഞ്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ 1 കിലോ ഓറഞ്ച് വെച്ചിട്ടാണെങ്കിലും, ഇനി ഇതൊന്നുമല്ല കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ബോട്ടിലുള്ള ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഐസ് ലോലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. പാല് വേണ്ട, ക്രീം വേണ്ട, ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഐസ്ക്രീമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.